ഹൗസിംഗ് ലോൺ മാത്രമല്ല എല്ലാ ലോണും ഈ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇയാൾ ബാങ്കിലേക്ക് നേരിട്ട് വാ. ആ ശരി. സാറേ ഞാനൊരു ലോണിനെ അപേക്ഷിച്ചിരുന്നു. അതെന്തായിന്ന് അറിയാൻ വേണ്ടി വന്നതാ. എല്ലാം റെഡി അല്ലേ? ജോലി ചെയ്യണ സ്ഥലത്തുനിന്ന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ലോൺ റെഡി. സാലറി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടില്ല സാറേ. അതെന്താ? ആ ജോലിയിൽ നിന്ന് അവരെന്നെ പിരിച്ചു വിട്ടു. പിന്നെ എങ്ങനെ ലോൺ കിട്ടുക? സാറേ എങ്ങനെയെങ്കിലും ആ ലോൺ എനിക്ക് ശരിയാക്കി തരണം. പണിയും കൂലി ഇല്ലാത്തോണ്ട് ലോൺ തന്നത് എങ്ങനെയോ തിരിച്ചടക്കുക. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുവേ. എന്തേ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തൊന്നല്ല. ഇത് കണ്ടോ? എടോ പണയം വെക്കാൻ ഇവിടെ അല്ല, അത് ആ സെക്ഷനിൽ അങ്ങടിയല്ലേ. അല്ല ഇത് പണയത്തിന്റെ അല്ല, പിന്നെ ഇത് യന്ത്രാണ്. യന്ത്രോ? ആ മറ്റേ TV കാണില്ലേ, ആലത്തൂർ ശീതളന്റെ ജ്യോതിഷത്തില് ധനാഗമ യന്ത്രം. ഇത് കഴുത്തിലിട്ട എല്ലാ ഐശ്വര്യവും പൈസയും സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാടോ ലോൺ? അതായിട്ടാണ് ജീവിച്ചാ പോരെ? അല്ല സാറേ ഇതിപ്പോ പ്രവർത്തിച്ച് തുടങ്ങണ്ടേ? പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. അത് ശരി. അല്ല ഇവിടെ എങ്ങനെ അറിയോ, ഇവിടെ ഇപ്പൊ ഈ യന്ത്രം മാലൊന്നും തന്നിട്ട് കാര്യമില്ല, സാലറി സർട്ടിഫിക്കറ്റ് തന്നെ വേണം. സാറേ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ സാറ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ വരും. അതിപ്പോ താൻ കാശുകാരനായി കഴിഞ്ഞാൽ ഞാൻ വന്നല്ലേ പറ്റൂ, എന്റെ ജോലിയല്ലേ, അത് അപ്പഴത്തെ കാര്യല്ലേ. ഇപ്പൊ ചെല്ലി ഈ കുന്തത്തിനൊപ്പം ഒരു ലോൺ ശരിയാക്കാനുള്ള ശക്തിയില്ലേ? ഒരു സത്യശീലൻ ജാമ്യം നിന്ന വായ്പയിലേ അതിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട് മാസങ്ങളായല്ലോ. അതിന് റവന്യൂ റിക്കവറിക്ക് അങ്ങ് അയച്ചേക്കട്ടെ. കാർഷിക ലോണിന്റെ അത് തന്നെ. അതയക്കണ്ട, അയാൾ ഇവിടെ ഉണ്ട്. എന്താണ് സാറേ? സത്യശീലൻ നിനക്ക് ഭാഗ്യം മേലക്ക് മേലെ വരികയാണല്ലോ. ആ ഇയാളാണ് സത്യശീലൻ. നിങ്ങളൊരു കാർഷിക വായ്പയ്ക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നിട്ടുണ്ടായിരുന്നോ? ആ അതിന് തിരിച്ചടവ് മുടങ്ങിയിട്ട് ഇപ്പൊ മാസങ്ങളായി. 1.5 ലക്ഷം രൂപയാണ് അത് അടയ്ക്കാനുള്ളത്. അയ്യോ, അത് ഏട്ടൻ മറ്റേ വാഴക്കൃഷിക്ക് ലോൺ എടുത്താണ് സാറേ. പക്ഷെ ഏട്ടൻ അത് തിരിച്ചടക്കണില്ലല്ലോ. എന്തൊരു കഷ്ടാണ് സാറേ, അത് ഏട്ടൻ എടുത്ത ലോണല്ലേ. നിങ്ങൾക്ക് അങ്ങനെ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ജാമ്യം വെച്ചിരിക്കുന്ന വസ്തു ബാങ്ക് കൂടെ അറ്റാച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അയ്യോ അത് പറ്റില്ല, അത് തറവാട് വീടിന്റെ ആധാരാണേ. അതിൽ ഒരുപാട് അവകാശികളുണ്ട്. ഏട്ടൻ എത്രയും പെട്ടെന്ന് അത് അടച്ചില്ലെങ്കിലേ ആകെയുള്ള തറവാട്ട് മുതലുണ്ടല്ലോ അതും പോയി കിട്ടും. ആലത്തൂർ ശീതള. അയ്യോ ഇതെന്താ പെണ്ണുങ്ങളിട്ടുണ്ട് കിടക്കണ മാലിടണേ? ഇത് മറ്റേ യന്ത്രാണ്. നല്ല അഭിവൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ഇതോ? ഇപ്പൊ ഐശ്വര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സത്യശീലനെ. ഒന്ന് നോക്കട്ടെ. അയ്യോ ഇത് കണ്ട ശരിക്കും ലേഡീസിന്റെ മാല പോലെ ഉണ്ട്. ഓരോരോ വിട്ടിത്തരത്തിൽ എന്താ പറയും. നല്ലതാണ്, അതിപ്പോ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല സാറേ. അയ്യോ ഒരു മിനിറ്റ്. ഹലോ അതെ ശ്യാമളയാണ്. എന്തേ? ഞാൻ ഇന്ന് തന്നെ വരാം. എന്തായി? ശരി. എന്താടോ? സാറേ എനിക്ക് കാറ് കിട്ടി. എങ്ങനെ? എവിടുന്ന്? എപ്പോ? ഞാനേ കഴിഞ്ഞ ദിവസം തുണി എടുക്കാൻ പോയപ്പോ ഒരു സമ്മാന കൂപ്പൺ കിട്ടിയായിരുന്നു, അതെനിക്ക് അടിച്ചു. പേടിപ്പിച്ചു കളഞ്ഞു. സന്തോഷമുള്ള കാര്യമില്ലത്. ഇത് പ്രവർത്തിച്ചു തുടങ്ങി സാറേ. ഇതിപ്പോ ഒരു ചെറിയൊരു സെക്കൻഡ് കൊണ്ട് അപ്പൊ മാഡത്തിന് കിട്ടിയത് കാറില്ല. ആ കാർ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ഇനി സാറ് പൈസക്ക് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കും വേണ്ട, ഒന്നും വേണ്ട. പൈസ ഞാൻ ഇവിടെ കൊടുത്തു തരാം കേട്ടോ. ഈ സാധനം പ്രവർത്തിച്ചു തുടങ്ങി കണ്ടോ? അപ്പൊ കണ്ടില്ലേ? അത്രേ ഉള്ളൂ കാര്യം. ഞാനിതൊന്ന് വെറുതെ ഒന്നും കൂടി വേണ്ട. അപ്പൊ ശരി സാറേ ഞാൻ ഇറങ്ങട്ടെ. ലോൺ വേണ്ട. അപ്പൊ ലോണൊന്നും വേണ്ട. ഞാൻ നാളെ വന്നിട്ട് അടയ്ക്കാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം ഡിപ്പോസിറ്റ് അടയ്ക്കാൻ. എനിക്ക് തല വിശ്വസിക്കാവോ? എനിക്ക് കാറ് കിട്ടി. മറിമായം